ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് 8/10/2024 നടന്ന ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 എക്സാമിനേഷൻ്റെ GK പാർട്ട് നോക്കാം. അപ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിന് ശേഷം SCRT ബുക്കുകൾ പഠിക്കാം. അപ്പോഴത്തേക്ക് സിലബസ് എല്ലാം കവർ ചെയ്ത് വരും. ഒരു ബേസ് കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം പഠിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ബേസ് കിട്ടും. പിന്നെ നമുക്ക് SCRT ബുക്കും കൂടെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ സി 2, 4 എന്നിവ. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, വേദാധികാര നിരൂപണം, അരുൾനൂൽ. 2. ക്യാപ്റ്റൻ ഡിലനോയി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. 3. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജോസഫ് നോയൽ പേറ്റൻ. 4. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ആൻസർ ഓപ്ഷൻ ബി 1, 3, 4. ആനി ബസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. 5. ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ആൻസർ ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. 6. 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ഒട്ടക വർഷം. 7. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം അഥവാ പെരിഹീലിയൻ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ജനുവരി 3. 8. നമ്മുടെ രാജ്യത്തിന്റെ ധാരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോ ഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി ഡെറാഡൂൺ. 9. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? ആൻസർ ഓപ്ഷൻ ബി കാവേരി. 10. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്? ഇതിനകത്ത് എയും സിയും ഇതിൻ്റെ ആൻസറാണ്. അടുത്തത് 11. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏത്? ആൻസർ ഓപ്ഷൻ ബി അനുവാദിനി. 13. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ 2. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. 14. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? അതിനകത്ത് ആൻസർ ഇല്ല. 15. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. 16. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. 17. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ഇതിന്റെ വക്താവ് എം എസ് സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. 18. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? ആൻസർ ഓപ്ഷൻ എ 1ാം സ്ഥാനം. 19. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അരവിന്ദ് പനഗാരിയ. 20. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ അല്ലെങ്കിൽ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. 21. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ കോളം എ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അവശിഷ്ടാധികാരങ്ങൾ കോളം ബി എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1, 2 മാത്രം. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ശരി.
22 ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇതിനകത്ത് ആൻസർ ഇല്ല. 23 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേവ? ഇതിലും ഇല്ല ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 24 കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അനുബന്ധമായിട്ട് ഉള്ള ഒരു വീഡിയോയും കൂടെ ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 24 കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 4 മാത്രം. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഏവ? ആൻസർ ഓപ്ഷൻ എ 1, 3 മാത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75 നിന്നും 80 ആക്കി വർദ്ധിപ്പിച്ചു. KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. അത് രണ്ടുമാണ് തെറ്റ്. 26 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 2, 3 മാത്രം. ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 3/1 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. 27 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 243K. 28 കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി റവന്യൂ വകുപ്പ് മന്ത്രി. 29 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1-ാം തീയതിയാണ്. അതിൻ്റെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 30 കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവയൊന്നും അല്ല, ഇതെല്ലാം റംസാർ സൈറ്റുകളിൽ ഉൾപ്പെട്ടതാണ്. 31 സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ സി അച്യുതമേനോൻ. 32 സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. 33 ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ മാനന്തവാടി. 34 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. 35 കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? ആൻസർ ഓപ്ഷൻ എ ദൃഷ്ടിപടലം. 36 ജമുന പാരി
സൂർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആട്. 37 കുരങ്ങുപനി KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ആൻസർ ഓപ്ഷൻ ഡി വൈറസ്. 38 WWFന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്. 39 എന്താണ് ശരണ്യ പദ്ധതി? ആൻസർ ഓപ്ഷൻ എ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. 40 വിറ്റാമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ബെറിബെറി. 41 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം? ആൻസർ ഓപ്ഷൻ സി സൗദി അറേബ്യ. 42 ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. പലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. 43 ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ട് വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി 3 ആംപിയർ. 44 കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി പാസ്കൽ നിയമം. 45 ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ്. 46 വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധാവൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. 47 ചേരുംപടി ചേർത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമം P പ്രൊപ്പോർഷൻ 1/V. N-ഉം T-യും സ്ഥിരമായിരിക്കും. ഡാൾട്ടന്റെ നിയമം P ടോട്ടൽ P1 + P2 + P3 Pn. അവഗാഡ്രോ നിയമം V പ്രൊപ്പോർഷൻ N, T-യും P-യും സ്ഥിരമായിരിക്കും. ചാൾസ് നിയമം V പ്രൊപ്പോർഷൻ T, N-ഉം P-യും സ്ഥിരമായിരിക്കും. 48 താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 4. 1s2, 2s2, 2p7. 1s2, 2s2, 2p5, 3s1. അത് രണ്ടുമാണ് ശരിയല്ലാത്തത്. 49 സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്? ആൻസർ ഓപ്ഷൻ സി റോസ്റ്റിംഗ്. 50 ഓർഗാനൈസോൺ എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി കൃത്രിമ മൂലകം. 51 2023 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 52 മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലമനുസരിച്ച് ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, MD വാസുദേവൻ നായർ. 53 യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം? ആൻസർ ഓപ്ഷൻ എ ചവിട്ട് നാടകം. 54
കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 2, 4. ഒരു ദൃശ്യകലയാണ്. പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷവിധാനങ്ങളുണ്ട്. 55. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി തലശ്ശേരി. 56. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാ നാമങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1, 3. ആശാ മേനോൻ, കെ ശ്രീകുമാർ, ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 57. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം? ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട്. 58. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ? ആൻസർ ഓപ്ഷൻ സി ഇഗ സിയാക്ടെക്. 59. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ഡി HTML. 60. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കാറുള്ളൂ. 61. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ്, ബ്രൗസർ, ഫയർഫോക്സ്, ഇൻപുട്ട് ഡിവൈസ്, ജോയ്സ്റ്റിക്ക്, ഔട്ട്പുട്ട് ഡിവൈസ്, പ്ലോട്ടർ. 62. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ? ആൻസർ ഓപ്ഷൻ എ സേവനം. 63. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഐരാവത്. 64. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. 65. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ആൻസർ ഓപ്ഷൻ എ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. 66. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആകാം? ആൻസർ ഓപ്ഷൻ ബി രണ്ടും എയും ബി എ ആൻഡ് ബി. ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. 67. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. 68. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി രണ്ടും എയും ബിയും. ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, സാമ്പത്തികമായവ. 69. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി? ആൻസർ ഓപ്ഷൻ സി 103. 70. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ സി ഉത്തര കൊറിയ. അപ്പോൾ ഇത്രയേ ഉള്ളൂ GK പാർട്ട്.